ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇപ്പോഴും ഉള്ളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളാ. അന്ന് എന്തൊക്കെ നടന്നു, എന്തൊക്കെ സംഭവിച്ചു എന്ന് എനിക്ക് ഓർമ്മയില്ലല്ലോ. മോളെ, അതിനൊക്കെയുള്ള ഉത്തരം കൊണ്ടല്ലേ മനു വന്നത്. ഇതൊക്കെ നിന്റെ നല്ലതിനു വേണ്ടിയാ. എന്താ അവള് പറയുന്നത്? അവള് പെട്ടെന്ന് ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റാതെ മോളെ, ഏട്ടന് വേണമെങ്കിൽ മനുവിനോട് പോയി ബഹളം വയ്ക്കായിരുന്നു. അവനെ തല്ലുകയോ കൊല്ലുകയോ ചെയ്യായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രതികാരം തീർത്തതുകൊണ്ട് നിനക്കൊരു ജീവിതം ഉണ്ടാവില്ലല്ലോ. അതാ ഏട്ടൻ ചിന്തിച്ചത്. ഏട്ടൻ്റെ ചിന്തകളിൽ മാറ്റം വന്ന നിമിഷം മുതൽ നിങ്ങളോടൊക്കെ എങ്ങനെ പ്രായശ്ചിത്തം ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്ന് ഏട്ടൻ ചിന്തിക്കുന്നത്. മോളെ ഇക്കാര്യത്തിൽ വേറൊന്നും ചിന്തിക്കണ്ട. അവൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. നീ ഇരിക്കും. അവൻ നല്ലവനാ മോളെ. ഏട്ടനെ കൊണ്ടത് തിരിച്ചറിയാൻ പറ്റാതെ പോയി. ഞാൻ അവനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവനെ തല്ലാൻ പിടിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഏട്ടൻ മനുഷ്യനായിരുന്നില്ലല്ലോ, ഒരു മൃഗമായിരുന്നില്ലേ? അമ്മയും അച്ഛനും ബാക്കി എല്ലാവരും കൂടി തീരുമാനമെടുത്ത എന്റെ മോളത് സമ്മതിക്കണം. കേട്ടല്ലോ? നിങ്ങൾക്ക് എല്ലാവർക്കും നീ ഏട്ടനുണ്ട്. മോള് വിശ്വസിച്ചോ? ചിരിച്ചേ. എന്താടി?